ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചു പോയാലോ? അപ്പോൾ നമ്മുടെ കോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 6 ആണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6 ആണ്. എന്നാൽ PSCയുടെ ആൻസർ കീ പ്രകാരം 5 ആണ്. PSCയിൽ പെരിയാർ ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും നോക്കൂ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6 ആണ്. അപ്പൊ 6ഉം നമുക്ക് കോഡുകൾ വെച്ച് കണക്ട് ചെയ്ത് കൃത്യമായി തന്നെ പഠിച്ചു പോവാം. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളമാണ്. ഇരവികുളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 1978. 1978ലാണ് ഇരവികുളം ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചാലും ഇരവികുളമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. അപ്പൊ പഠിച്ചു വെക്കുക, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളമാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ ഇരവികുളമാണ്. അപ്പോൾ ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ സൈലന്റ് വാലി ഒഴികെ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ സൈലന്റ് വാലി ഒഴികെ മറ്റേ എല്ലാ ദേശീയോദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ചോദിച്ചാൽ ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ ഇരവികുളമാണ്. ഇനി ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൃഗം ചോദിച്ചാൽ ഏതാണ്? വരയാടാണ്. PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. വരയാടിനെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളമാണ്. ഇനി പെരിയാർ ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ്? നമ്മൾ പറഞ്ഞു ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1982. 1982ലാണ് പെരിയാർ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ആനമുടിച്ചോല ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഏത് വർഷമാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്? 2003. 2003ലാണ് ആനമുടിച്ചോല ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. പാമ്പാടും ചോല ഇടുക്കി ജില്ലയിലാണ്. 2003ൽ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളമാണ്. അപ്പോ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് പാമ്പാടും ചോലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഇടുക്കി ജില്ലയിലാണ്. 2003ലാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇനി സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 ഇന്ദിരാഗാന്ധിയാണ്. അല്ലെ, 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 85ൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് രാജീവ് ഗാന്ധിയാണ്. അതുപോലെ പുരാണങ്ങളിൽ സൈലന്റി വനം എന്നറിയപ്പെടുന്നതും സൈലന്റ് വാലിയാണ്. ഓർത്തിരിക്കുക, പുരാണങ്ങളിൽ സൈലന്റി വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. ഇനി സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൃഗം ചോദിച്ചാൽ ഏതാണ്? സിംഹവാലൻ കുരങ്ങാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൃഗം ചോദിച്ചാൽ ഏതാണ്? സിംഹവാലൻ കുരങ്ങാണ്. സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൃഗം. മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഏത് വർഷമാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്? 2003ലാണ്. അപ്പോ ആനമുടിച്ചോല, പാമ്പാടും ചോല, മതികെട്ടാൻചോല എന്നിവ 2003ലാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി ഇത് ഓർത്തിരിക്കാനുള്ള കോഡ് പറയാം. കോഡ് ഇതാണ്: പാർക്കിലെത്തിയ രവി. ഓർത്തിരിക്കുക, പാർക്കിലെത്തിയ രവി വലിയ ആനയെയും പാമ്പിനെയും കണ്ടു. പാർക്കിലെത്തിയ രവി വലിയ ആനയെയും പാമ്പിനെയും കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? വാലിൽ കെട്ടി. പാർക്കിലെത്തിയ രവി വലിയ ആനയെയും പാമ്പിനെയും കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? വാലിൽ കെട്ടി. അപ്പൊ നോക്കൂ, പാർക്കിൽ എന്നതിൽ നിന്ന് നാഷണൽ പാർക്ക് എന്ന് കണക്ട് ചെയ്ത് വെക്കാം. കേരളത്തിലെ നാഷണൽ പാർക്ക് അല്ലെ ഏതൊക്കെയാണ്? അപ്പോ കോഡ് ഇതാണ്: പാർക്കിലെത്തിയ രവി വലിയ ആനയെയും പാമ്പിനെയും കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? വാലിൽ കെട്ടി. അല്ലെ, അപ്പോ രവി എന്നതിൽ നിന്ന് ഇരവികുളം കണക്ട് ചെയ്ത് വെക്കാലോ. രവി എന്നതിൽ നിന്ന് ഇരവികുളം
നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഇരവികുളം, രവി എന്നതിൽ നിന്ന് ഇരവികുളം കണക്ട് ചെയ്ത് വെച്ചു. ഇനി വലിയ എന്നതിൽ നിന്ന് പെരിയാർ കണക്ട് ചെയ്യാലോ. വലിയ എന്നതിൽ നിന്ന് പെരിയാർ കണക്ട് ചെയ്ത് വെക്കാം. ഇനി ആനയെയും പാമ്പിനെയും കണ്ടു. ആന എന്നതിൽ നിന്ന് ആനമുടിച്ചോല അല്ലെ, ആനമുടിച്ചോല കണക്ട് ചെയ്യാം. ആനമുടിച്ചോല. പാമ്പ് എന്നതിൽ നിന്ന് പാമ്പാടും ചോല, പാമ്പ് എന്നതിൽ നിന്ന് പാമ്പാടും ചോല. അപ്പോ പാർക്കിലെത്തിയ രവി വലിയ ആനയെയും പാമ്പിനെയും കണ്ടു. വാലിൽ കെട്ടി, വാലിൽ എന്നതിൽ നിന്ന് സൈലന്റ് വാലി കണക്ട് ചെയ്യാലോ. സൈലന്റ് വാലി, സൈലന്റ് വാലി. വാലിൽ കെട്ടി എന്നതിൽ നിന്ന് മതികെട്ടാൻ ചോലയും കണക്ട് ചെയ്ത് വെക്കാം. മതികെട്ടാൻ ചോല അല്ലെ. അപ്പോ ആനമുടിച്ചോലയും പാമ്പാടും ചോലയും മതികെട്ടാൻ ചോലയും ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 2003-ലാണ്. 2003-ലാണ് ആനമുടിച്ചോലയും പാമ്പാടും ചോലയും മതികെട്ടാൻ ചോലയും ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോ ആനയ്ക്കും പാമ്പിനും രണ്ടിനെയും തമ്മിൽ കൂട്ടിക്കെട്ടിയ കെട്ടിനും സെയിം വെയിറ്റ് ആണ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ 2003-ൽ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആനമുടിച്ചോല, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല എന്നിവയാണ്. അപ്പോൾ നമ്മുടെ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്